നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ സ്വർഗ്ഗദൈവം ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ചപ്പോൾ 4-ാം സങ്കീർത്തനമാണല്ലോ. അതിന് 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദാവീദിൻ്റെ സങ്കീർത്തനം എൻ്റെ ഹെഡിൽ കാണുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. അതിന് 1-2 വാക്യങ്ങൾ ശബ്ദം ഉയർത്തി നമുക്ക് വായിക്കാമല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഹല്ലേലൂയ. UK നോക്കിക്കഴിഞ്ഞാൽ അനേകം മൂഢന്മാരെ നമുക്ക് കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. സൺഡേയിൽ ചർച്ചിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും, നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കുക എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അവർ എൻജോയ്മെൻറ്റ് ചെയ്യുവാൻ ലോകപ്രകാരം അനേക കാര്യങ്ങൾക്ക് വേണ്ടി അവർ പോകുമ്പോൾ ഹല്ലേലൂയ ഇവിടെ സങ്കീർത്തനക്കാരനായ ഒരു ദാവീദ്, ഹല്ലേലൂയ സ്തോത്രം, അവൻ രാജാവാണെങ്കിലും ഹല്ലേലൂയ പല കാര്യങ്ങളും തനിക്ക് ചെയ്യാൻ പറ്റുന്നുവെങ്കിലും താൻ പറയുകയാണ്, ഹല്ലേലൂയ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ആരാണെന്നറിയാമോ? ബുദ്ധിമാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ദൈവം നമ്മളെ കൊണ്ടുവരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അനേകം പേര് ദൈവത്തെ അന്വേഷിക്കാതെ ലോകപ്രകാരം പോകുമ്പോൾ അവരുടെ വഴിയെ പോകുവാനല്ല ദൈവം എന്നെ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തെ കണ്ടെത്തുവാൻ. ദൈവം നമ്മളെ അന്വേഷിച്ച് വന്നതാണ്. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തിയാലും നമ്മുടെ ജീവിതത്തിൽ എന്താണ്? അനുഗ്രഹവും ബലവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ എന്ത് ചെയ്യും? ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത്. ഈ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, ദൈവം നമ്മളെ നോക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആര് ദൈവത്തെ ഞായറാഴ്ച ആരാധനയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട് എന്ന് സ്വർഗ്ഗത്തിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ലോകം മുഴുവനും ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുകയാണ്. അവൻ്റെ കണ്ണിൻ്റെ മുൻപാകെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടി പോലും ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും കള്ളന്മാരെന്നറിയാമോ? പോലീസിൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കും, പലയിടത്തും പോയി ഒളിച്ചിരിക്കും, പല രാജ്യങ്ങളിലേക്ക് പോകും. എന്നാലും എൻ്റെ ദൈവത്തിന് സ്വർഗത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ഹല്ലേലൂയ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. അതിനകത്തൊരു കൂട്ടരെയാണ് ദൈവം നോക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നു. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. 17:17. ഇവിടെ എന്താ? വായിച്ചോ. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് യേശു കർത്താവ് നമ്മളെ എന്തറിയാമോ? അന്വേഷിക്കുന്ന ഒരു കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സന്നിധിയിലേക്ക് 10 പേര് കടന്നു വന്നിട്ട് ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. ദൈവം 10 പേർക്ക് എന്ത് ചെയ്തു? സൗഖ്യം കൊടുത്തു. നീ പോയി പുരോഹിതന്മാരെ കാണിക്കുക എന്ന് പറഞ്ഞ് അവർ പോകുന്ന പോക്കിൽ തന്നെ സൗഖ്യം വ്യാപരിപ്പാനിടയായി തീർന്നു. എന്നാൽ ഒരു ശമര്യക്കാരന്, ബാക്കി 9 പേര് യഹൂദന്മാരാണ്, എന്നാൽ ഒരു വ്യക്തി എന്നറിയാമോ? അവൻ ശമര്യക്കാരനാണ്. അവനെന്തെന്നറിയാമോ? അല്ലെങ്കിൽ പുരോഹിതന് അടുത്തേക്ക് പോകുന്നതിന് മുൻപായി യേശുവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ തനിക്ക് ലഭിച്ച ആ കുഷ്ഠരോഗത്തുള്ള സൗഖ്യം ലഭിച്ചത് മുഖാന്തരം അവൻ ദൈവസന്നിധിയിൽ കരഞ്ഞു വീണ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞായറാഴ്ച എത്ര പേര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്? കഴിഞ്ഞ നാൾ നിങ്ങൾക്ക് ഭവനം കിട്ടി, വാഹനം കിട്ടി, ഹല്ലേലൂയ സ്തോത്രം, ജോലി കിട്ടി, PR കിട്ടി, പല കാര്യങ്ങൾ കിട്ടി, എല്ലാം നല്ലത് തന്നെ. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ഇന്നും ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ എത്ര പേരാണ് ദൈവത്തിന് നന്ദി പറയുവാൻ ഞായറാഴ്ച കടന്നു വന്നിട്ടുണ്ടത്? 9 പേര് സൗഖ്യം പ്രാപിച്ചിട്ട് അവർ സ്വന്തം പ്രകാരം ഹല്ലേലൂയ പുരോഹിതനെ കണ്ടിട്ട് ലോകപ്രകാരം അവർ കടന്നുപോയി. അവരുടെ കുടുംബത്തിൽ സന്തോഷം ജീവിക്കുമ്പോൾ ഒരു ശമര്യക്കാരന് ഹല്ലേലൂയ യേശുവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജാതീയമായ വ്യക്തി എന്നറിയാമോ? അവർ യേശുവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന് കെട്ടിപ്പിടിച്ച് ദൈവമായിട്ട് ഹല്ലേലൂയ അഭേദ്യമായ ബന്ധത്തിൽ അവൻ കടന്നു വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇതിന് യോഗ്യനല്ല, ദൈവം എന്നെ യോഗ്യനാക്കി തീർത്തു. ഹല്ലേലൂയ. കൃപയാൽ കഴിഞ്ഞ നാൾ ഞാൻ നിങ്ങൾ യോഗ്യരല്ലായിരുന്നു, എന്നാൽ കൃപയാൽ ദൈവം എന്നെ യോഗ്യരാക്കി തീർത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരും ലോകപ്രകാരം ജോലിക്ക് വേണ്ടി ഇതിനൊക്കെ ഓടുമ്പോൾ അല്പസമയം മാറ്റിവെച്ച്
ദൈവത്തോടൊപ്പമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും ബലവും ഉള്ളതാണ്. ഹല്ലേലൂയ. ആ ഒരു ശമരിയക്കാരനെ പോലെ ദൈവത്തിൻ്റെ പാദപീഠം അടുത്ത് വന്ന് അവനോടൊപ്പമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ശക്തിക്ക് കാരണമായി തീരും. ഹല്ലേലൂയ. ദൈവം എൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പോകുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ഒന്നാമത് കാണുവാനിടയായി തീർന്നത് ദൈവം സ്വർഗത്തിൽ നോക്കുന്ന ദൈവമാണ്, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത് ദൈവം നമ്മളെ അന്വേഷിക്കുന്ന ദൈവമാണ്. അടുത്തത് കാണുവാനിടയായി തീർന്നത് നമ്മുടെ പ്രയാസവേളയിൽ ദൈവം നമ്മോട് മനസ്സലിയുന്നതാണ്. നല്ല ശമരിയക്കാരൻ്റെ കഥ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 33 വാക്യങ്ങൾ കാണുവാനിടയായി തീരും. നമുക്കത് വായിക്കാം. ഹല്ലേലൂയ. നല്ല ശമരിയക്കാരന് ഏത് പ്രയാസവേളയിലും പുരോഹിതരും മറ്റുള്ളവരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞ് പോകുമ്പോൾ നല്ല ശമരിയക്കാരനായ കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞ് പോകത്തില്ല. അവൻ നമ്മളെ ഇറങ്ങി വന്ന് സഹായിക്കുന്ന ദൈവമാണ്. വായിക്കാം. ഒരു ശമരിയക്കാരനെ വഴിപോക്കയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ആമേൻ. നല്ല ശമരിയക്കാരനായ കർത്താവ് എന്നറിയാമോ, അവൻ അടുക്കൽ വന്നിട്ട് മനസ്സലിയുന്ന ദൈവമാണ്, കമ്പാഷനുള്ള ദൈവമാണ്. മറ്റാരെയും മുക്കി മറ്റാൾക്കാരൊക്കെ നമ്മളെ നോക്കിയിട്ട് അയ്യോ അങ്ങനെ പറ്റിയില്ലോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ നല്ല ശമരിയക്കാരനായ കർത്താവ് എന്നറിയാമോ, അവൻ ഹല്ലേലൂയ കഴുതയുടെ പുറത്തും താഴെ ഇറങ്ങിയിട്ട് മനസ്സലിഞ്ഞ് വീഞ്ഞും എണ്ണയും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവൻ്റെ സ്വന്തം വാഹനത്തിൽ കയറ്റി. ഇവിടെ എന്നറിയാമോ, വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. അവിടെ കൊണ്ട് തീർന്നില്ല. ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിനക്ക് തന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് പോകുന്ന കർത്താവാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു കർത്താവ് എന്നറിയാമോ, ഹല്ലേലൂയ, നമ്മളെ ചേർക്കുവാൻ വാനമേഖൽ കടന്നു വരുവാൻ സമയം ഏറ്റവും ആസന്നമായി. എത്ര പേർക്ക് അപ്രത്യാശയുണ്ട്? കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നല്ല ശമരിയക്കാരനായ കർത്താവ് നമ്മളെ കൈവിടുന്ന ദൈവമല്ല. അവൻ ഹല്ലേലൂയ നമ്മുടെ ഏത് പ്രയാസവേളയിലും ഭാരവേളയിലും ആരും ആശ്വസിപ്പാനില്ലാത്ത സമയത്തും ഇറങ്ങി വന്ന് താണിറങ്ങി വന്ന് നമ്മുടെ റൂമിൽ ഇറങ്ങി വന്ന് നമ്മുടെ വേദനകളെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥന വിഷയങ്ങൾ ഹല്ലേലൂയ അനേക വർഷങ്ങൾ അനേക നാളുകളായി പ്രാർത്ഥിച്ചു മറുപടി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. അവൻ തക്ക സമയമാകുമ്പോൾ ഇറങ്ങി വന്നിട്ട് ആ വിഷയത്തിന് മേൽ അത്ഭുതം ചെയ്യുവാനിടയായി തീരും. ഇവിടെ കാണുന്നത് ഹല്ലേലൂയ പ്രയാസവേളയിൽ നമ്മളെ കണ്ട് മനസ്സലിയുന്ന ഒരു ദൈവം പറയുകയാണ്. അവൻ്റെ അടുക്കിലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. നമ്മളായിരുന്ന കഴിഞ്ഞ നാളിലെ അവസ്ഥകളിൽ ദൈവം കണ്ടിട്ട് മനസ്സലിഞ്ഞ് അതിൽ നിന്ന് ഉദ്ധരിച്ചാണ് ഇന്ന് ദൈവമായ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നൽകുവാനിടയായി തീർന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം നന്മയെന്ന് പറയുന്നത് യേശു നമ്മളെ തിരഞ്ഞെടുത്തതാണ്, അവൻ്റെ സ്വന്തം പൈതലാക്കി. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. മടങ്ങി വരാം. നമ്മൾ 14-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം എന്ത് ചെയ്യുന്നു? ഇന്ന് പൽക്കാല ഞായറാഴ്ച ആരാധന കടന്നു വന്നവരെ ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് ലുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ സമയത്ത് നമ്മൾ മൗനമായിരിക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്മകൾക്ക് ഒത്തവണ്ണം ഹല്ലേലൂയ. ഒത്തവണ്ണം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അനുഗ്രഹം നന്മ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി തീരണം. അധികം ഇളച്ചു തന്നവനോട് അധികം ചോദിക്കുവാനിടയായി തീരും. അനേക നന്മകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നിനും കുറഞ്ഞു പോകാതെ സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിൻ്റെ നമ്മുടെ വായിൽ നിന്ന് കടന്നു വരുവാനിടയായി തീരണം. ഹല്ലേലൂയ. അതിനാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവസാനത്തെ വാക്യോടെ വായിക്കാം. 7-ാമത്തെ വാക്യം. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നിന്നാണ് സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നുവെങ്കിൽ. ഹല്ലേലൂയ. എപ്പോഴും ഇസ്രായേൽ മക്കൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സായോൺ എന്ന് പറഞ്ഞ സ്ഥലം. ഹല്ലേലൂയ. അവിടെ എപ്പോഴും നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിലാപം മതിലുണ്ട്, ഇപ്പോഴും അവിടെയുണ്ട്. അതിനകത്ത് അനേക ഹോൾസുണ്ട്. അതിനകത്തൊക്കെയും അവർ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ എന്നറിയാമോ അതിനകത്ത് എഴുതി അതിനകത്ത് ചുരുക്കി കയറ്റി വെക്കും. വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ നമ്മുടെ കലണ്ടറല്ല, ജൂയിഷിൻ്റെ കലണ്ടർ ഡിഫറെൻ്റ് കലണ്ടറാണ്. ആ കലണ്ടർ മാസമാകുമ്പോൾ കഴിഞ്ഞ മാസം കഴിയുവാനിടയായിത്തീർന്നു. ആ സമയത്ത് ആ പ്രാർത്ഥന വിഷയങ്ങളൊക്കെയും ആ ഹോളിൽ നിന്ന് അവർ ഒരുമിച്ച് എടുക്കും. എന്നിട്ട് അവർ ആലയത്തിൽ കൊണ്ട് പ്രാർത്ഥിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ അനേക പ്രാർത്ഥന വിഷയങ്ങൾ ദൈവസ്ഥനിലേക്ക് അയച്ചിട്ടുണ്ട്. അത് തക്ക സമയം ഈ വർഷം ഡിസംബർ മാസം തീരുന്നതിന് മുമ്പ് പലതിൻ്റെ മറുപടി എൻ്റെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീർന്നു. ഇനി പലതിൻ്റെ മറുപടികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. തക്ക സമയമാകും ദൈവം നൽകുവാനിടയായി തീരും. ഇവിടെ വായിക്കുന്നത് സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നുവെങ്കിൽ എന്നറിയാമോ അവർ വെറുതെ ഇരിക്കത്തില്ല. തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോഴെന്നറിയാമോ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ
യാക്കോവിൻ്റെ പേര് മാറ്റിയിട്ട് എൻ്റെ നിങ്ങളുടെ പേര് അവിടെ നിന്ന് എഴുതിക്കേ. നിങ്ങൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് ആനന്ദമുണ്ട്. ഹല്ലേലൂയ. ഈ വർഷത്തോളം അവസാനം കടന്നു വന്നപ്പോൾ എൻ്റെ നിന്റെ സ്ഥിതി മാറ്റി അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്ഥിതിയെ മാറ്റിയില്ലെങ്കിൽ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നീയും ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ട് പുറകോട്ട് പോകാതെ മുന്നോട്ട് ദിവസങ്ങളിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ മുഖം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഈ വചനങ്ങളായ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യം പറയാനുള്ള സമയമാണ്. പാട്ട് പാടുന്ന സമയത്ത് ഓഫറിംഗ് അർപ്പിക്കാം. ഓൾ ചിൽഡ്രൻസ് പ്ലീസ് കം ദ ഫോർവേഡ്. Sing it once more.